ബംഗാളിലെ ഇപ്പൊ പുതിയൊരു അതായത് മമത ഒരു പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടം കഴിഞ്ഞ് ഇന്നിപ്പോ ബംഗാൾ 5ാം ഘട്ടം തെരഞ്ഞ് 6ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോറി, 5ാം ഘട്ടം, ഇനി 2 ഘട്ടം കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് വരെ മമത ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ഇന്ത്യ സഖ്യത്തോടൊക്കെ ആണെന്ന് പറഞ്ഞെങ്കിലും അതുമായിട്ടൊന്നും സംസാരിക്കാത്ത ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ആദ്യം മുതൽ അവരെടുത്തത്. ഇന്ത്യ സഖ്യ വിരുദ്ധ നിലപാടാണ് പ്രത്യേകിച്ച് ബംഗാൾ അവരെടുത്തുകൊണ്ട് വന്നിരുന്നത്. അപ്പൊ ഈ സീറ്റ് വിഭജന ചർച്ച സമയത്തൊക്കെ കേന്ദ്ര കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് അവരുമായിട്ട് ചോദിച്ചു പോകണമെന്നുള്ളത് വളരെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും അവര് തയ്യാറായിരുന്നു. പക്ഷെ ബംഗാൾ ഘടകം മമതയുമായിട്ട് ചോദിച്ചു പോകുന്നതിന് ഒട്ടും താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നില്ല. പ്രത്യേകിച്ച് അധിർ രഞ്ജൻ ചൗധരി മമതയെ ശരിക്കും ഇവരെക്കാളിലൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, കോൺഗ്രസിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലം പോലെ മമതയെ എന്താണെന്നും എങ്ങനെ നിലപാടെടുക്കുമെന്നും ഒക്കെ ഉള്ളത് വളരെ ഒരു സ്ഥിരതയില്ലാത്ത നിലപാടാണ് മമത എപ്പോഴും എടുക്കുന്നത്. അവസരത്തിന് നിലപാട് മാറ്റും, അവസരത്തിന് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നിലയിലേക്ക് അധിർ ചൗധരിക്ക് അവരെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ ബംഗാളില് ഇതിനു മുമ്പും കോൺഗ്രസ് മമതയോട് ചേർന്നുകൂടെ ഭരിച്ചിട്ടുണ്ട്. 2011 അധികാരത്തിൽ വന്നപ്പോ കോൺഗ്രസ് മമതയുടെ കൂടെ ചേർന്നു. അപ്പോഴും കോൺഗ്രസ് അവിടെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് തീർച്ചയായും ആ ഗവൺമെന്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് രാജിവെച്ച് പോകുന്ന ചരിത്രമുണ്ട്. 2011 കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർന്നെങ്കിലും മമതയുടെ ഏകപക്ഷീയമായ നിലപാടുകളിലും ഒക്കെ പ്രതിഷേധിച്ച് ബംഗാൾ ഘടകം ഗവൺമെന്റിന് പിൻവാങ്ങുകയും പിന്നെ മമതയ്ക്ക് അവരുമായിട്ട് ഒരിക്കലും ചോദിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള, കാരണം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് തുടക്കം മുതൽ മമതയുടെ ലക്ഷ്യം. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ബംഗാൾ ഘടകം തന്നെയാണ്, ഡൽഹിയിലുള്ളവർക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് വെച്ചാല്, അപ്പൊ അതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. ബംഗാൾ ഘടകം എപ്പോഴും മമതയ്ക്ക് എതിരായിരുന്നു, മമതയായിട്ട് ചോദിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എങ്കിൽ ഇപ്പൊ ദേശീയ തലത്തില് ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് മമതയൊക്കെ വളരെ മുമ്പിൽ നിന്നിരുന്നു. എങ്കിലും പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ പരിപാടികളിൽ നിന്നും മമത പിന്നോട്ട് മാറുന്ന നിലപാടാണ് കണ്ടത്. ഇപ്പൊ ഡൽഹിയിൽ ഉണ്ടായിരുന്ന പോലും ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗ് അവിടെ നടന്നപ്പോഴൊന്നും അവർ പങ്കെടുത്തിട്ടില്ല. അവസാനമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ ഡൽഹിയിൽ ഒത്തുകൂടി അതിനെതിരെ ശക്തമായ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പക്ഷെ മമത അതിൽ നിന്നും ഒഴിഞ്ഞു നിന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ആ നിലയില് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ മമത ഒരു ഇന്ത്യ സഖ്യത്തുമായിട്ട് സേവിച്ച് പ്രവർത്തിക്കുന്ന നിലപാടായിരുന്നില്ല എടുത്തിരുന്നത്. ഇപ്പോഴും പ്രത്യേകിച്ച് പിന്നെ സീറ്റ് വിഭജന ചർച്ചയില് ഇപ്പൊ കേന്ദ്രത്തിന്റെ നേതാവ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എങ്ങനെയും മമതയായിട്ട് ചോദിച്ചു പോകണമെന്നുള്ള, പക്ഷെ അതിനൊരു ഒട്ടും വില കൽപ്പിക്കാതെ മമത ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. കേന്ദ്ര നേതൃത്വം സീറ്റ് മമത കൊടുക്കുന്ന എന്തായാലും അത് വാങ്ങിക്കൊണ്ട് മമതയുടെ കൂടെ പോവുക എന്നുള്ള നിലപാടായിരുന്നു എടുത്തത്. പക്ഷെ അതിനൊന്നും ഒരു വില കൽപ്പിക്കാതെ മമത ഏകപക്ഷീയമായിട്ട് സീറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടെടുത്താണ് മുമ്പോട്ട് പോയത്. അപ്പൊ അങ്ങനെ 2 സീറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതുപോലും കൊടുക്കില്ല എന്നുള്ള നിലപാടിലേക്കാണ് മമത മാറിയത്. അപ്പോഴാണ് രഞ്ജൻ ചൗധരി ആദ്യം മുതലേ ഇടതുപക്ഷമായിട്ട് ചോദിച്ച് പ്രവർത്തിക്കണം, കാരണം മമതയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുന്നത്, മമതയ്ക്കായാലും BJPക്ക് എതിരായിട്ടും ശക്തമായ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റും, അവർ കൂടെ നിൽക്കും എന്നുള്ള ഒരു സ്റ്റാൻഡ്, ഉറച്ച നിലപാട് അധിർ രഞ്ജൻ ചൗധരി എടുത്തിരുന്നു. ഇതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ അതിർത്തിയൊക്കെ ഉണ്ടായിരുന്നു, അവരെങ്ങനെയായാലും സീറ്റിലും മമതയോട് ചോദിച്ചു പോകണമെന്ന്. പക്ഷെ അധിർ ചൗധരി എന്തായാലും തെരഞ്ഞെടുപ്പില് അവർ സഖ്യം ഉണ്ടാക്കാൻ കഴിയില്ല. മമത ഏകപക്ഷീയമായിട്ട് 42 സീറ്റിലേക്കും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പക്ഷെ അവരുടെ മുഖ്യ ലക്ഷ്യം അപ്പോഴും ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ യോജിക്കാൻ പാടില്ല, അങ്ങനെ ചോദിച്ചാൽ തന്നെ അതൊരു കോൺഗ്രസ് അവർക്ക് ബദലാവാൻ പാടില്ല എന്ന നിലപാടാണ് മമത ആദ്യം മുതൽ എടുത്തത്. ഒരുപക്ഷെ ഈ BJP ആയിട്ട് അവർ പലപ്പോഴും കൈകോർത്തിട്ടുണ്ട്. ബംഗാളിൽ അവരുടെ മുഖ്യ ശത്രു ഒരുപക്ഷെ BJPയേക്കാൾ കൂടുതൽ അവർ കണ്ടത് CPIM-നെയും പിന്നെ കോൺഗ്രസ് അവിടെ കൂടിയപ്പോൾ കോൺഗ്രസിനെയുമാണ്. നേരത്തെ പോലെ കോൺഗ്രസ് പ്രത്യേകിച്ച് അധിർ രഞ്ജൻ ചൗധരിയുടെ വിഭാഗത്തോട് അവർക്ക് എതിർപ്പുണ്ട്. അപ്പൊ അത് ഇല്ലായ്മ ചെയ്യാനുള്ള നിലപാടാണ് മമത ആദ്യം മുതൽ എടുത്തത്. അത് മുൻകൂർ കണ്ട് മനസ്സിലാക്കി അധിർ ചൗധരി അതിനെതിരായിട്ട് ശക്തമായ രീതിയിൽ ഉറച്ചു നിൽക്കുകയും ഇടതുപക്ഷത്തോടെ പല രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറായിട്ട് അദ്ദേഹം ഐക്യത്തിന് മുന്നോട്ട് വന്നു, ധാരണയ്ക്ക് പിന്നിൽ. അങ്ങനെയാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഇപ്രാവശ്യം മുമ്പൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ നല്ലൊരു ധാരണ ഇത്തവണ ഉണ്ടാക്കാൻ പറ്റി. തെരഞ്ഞെടുപ്പ് സഖ്യമല്ല, തെരഞ്ഞെടുപ്പ് ധാരണ. ആകെയുള്ള 30 സീറ്റില്, ഈവൻ സീറ്റിന്റെ കാര്യത്തിൽ പോലും മുമ്പൊക്കെ കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് തർക്കത്തിലൊക്കെ പലപ്പോഴും
പരസ്പരം മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2019 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ. പക്ഷെ അതൊക്കെ മാറി ഇപ്രാവശ്യം വളരെ ശക്തമായ രണ്ടു കൂട്ടരും യോജിച്ചുകൊണ്ട് ഒരു ധാരണയിലെത്താൻ കഴിയും. 30 സീറ്റിൽ 42 ലോകസഭയിൽ 30 ഇടതുമുന്നണിയും 12 കോൺഗ്രസും മത്സരിക്കും. മറ്റൊരു സ്ഥലത്ത് പോലും അവരെ ഒരു ബദൽ സ്ഥാനാർത്ഥിയെ, അവരുടെ ഇടയിലെ ചിലതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്ത് ശക്തമായ ഒരു യോജിച്ച് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. ഇത് മമതയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറി. മമത ആദ്യം മുതലേ പറയുന്നത് BJP അല്ല, BJP-യെക്കാട്ട് കൂടുതൽ ഞാൻ എതിർക്കുന്നത് ഇടതുമുന്നണിയെയും CPM-നെയും കോൺഗ്രസിനെയുമാണ്, അവരാണ് ഇവിടെ എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നവർ കൂടെ പറയുമായിരുന്നു. അപ്പൊ ആ ഒരു നിലപാടിൽ ഉറച്ചിരിക്കുന്ന മമതയോട് ചോദിക്കാൻ അതിർശബ്ദം ഒട്ടും തയ്യാറായില്ല. അതാണ് വസ്തുത. പക്ഷെ കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ അവസാനത്തെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് പ്രധാന കാരണം, ഇപ്പൊ ദേശീയ തലത്തിൽ നമുക്കറിയാം BJP ആദ്യം 412 അല്ലെങ്കിൽ ഏറ്റവും വൻ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കൊട്ടി തൂത്തുവാരി എടുക്കുക എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ എല്ലാ രീതിയിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, മാധ്യമങ്ങളും എല്ലാവരെയും നിഗമനങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും BJP പിൻപോട്ട് പോകുന്ന ഘട്ടമാണത്. BJP പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ഘട്ടം വരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് അവരുടെ അജണ്ടകളൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഉന്നയിച്ച അപ്പോഴാണ് BJP കടുത്ത വർഗീയ അജണ്ടകളിലേക്ക് പോയത്, എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അത് നിർവഹിക്കുന്നില്ല എന്നാണ് BJP-യുടെ നില പരിങ്ങലിലാണെന്ന് കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം പോലും സീറ്റ് കേവല ഭൂരിപക്ഷം പോലും കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് വന്നപ്പോഴാണ് മമത പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയത്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇതിനു മുമ്പൊന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യം പോലൊന്നും മമത ഇതിനെപ്പറ്റി മിണ്ടാതിരുന്ന മമത ഏതാണ്ട് 4 ഘട്ടം കഴിഞ്ഞ് ദേശീയ തലത്തിൽ തന്നെ BJP-യുടെയും അല്ലെങ്കിൽ NDA സഖ്യത്തിന്റെയും സ്ഥിതി പരുങ്ങലാണെന്ന് കണ്ടപ്പോൾ മമത മലക്കം മറിച്ച് നടത്തുമായിരുന്നു. ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ, ഇന്ത്യ സഖ്യം വന്നാൽ ഞാൻ പുറത്തു നിന്നൊരു പിന്തുണ നൽകാം എന്നുള്ളൊരു പറയാൻ. അപ്പോഴും അവർ അടിവരായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബംഗാളിലെ കോൺഗ്രസും CPM-ഉമായിട്ട് എനിക്കൊരു ധാരണയുമില്ല, അവരുമായിട്ട് ഒരു യോജിക്കില്ല. ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കും മൈനസ് ബംഗാൾ CPIM കോൺഗ്രസ്, ഇതായിരുന്നു അവരുടെ നിലപാട്. ഇതിനെ ചോദ്യം ചെയ്തു പറഞ്ഞു. അപ്പം അതിനുള്ള തനി രൂപം, അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് കൂടുതൽ വ്യക്തമാണ്. അവര് കാറ്റ് മാറുന്നതനുസരിച്ച് തന്റെ നിലപാട് മാറ്റി NDA-യിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ അവർ NDA സഹായിക്കാനല്ല, NDA ദുർബലപ്പെടുത്താൻ. കാരണം ബംഗാളിലത്തെ കോൺഗ്രസ് ഇല്ലാതെ അവർ കേന്ദ്രത്തിൽ മാത്രം കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് ചോദിക്കാൻ പറ്റുമോ എന്നുള്ള ആ നിലപാടിലേക്ക്. പക്ഷെ അത് പരസ്യമായിട്ട് അധിർ ചൗധരി പറഞ്ഞപ്പോഴേ അതിനെയാണ് ദേശീയ പ്രസിഡന്റ് അവരുടെ അദ്ദേഹം അവരുടെ ACC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ പത്രസമ്മേളനം വിളിച്ചിട്ട് ബോംബെയിൽ വെച്ചിട്ട് അധിർ ചൗധരിയെ തള്ളിക്കൊണ്ടൊരു പ്രസ്താവന ഇറക്കിയത്. പക്ഷെ അദ്ദേഹത്തോടെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ അവരുടെ ഉള്ളിൽ തന്നെ വളരെ താഴെത്തട്ടിലേക്കൊക്കെ വളരെ തെറ്റായ വാർത്ത പരത്തത്തക്ക രീതിയിൽ അധിർ ചൗധരിയെ തള്ളിക്കൊണ്ടവരത് പറഞ്ഞത്. അതിനെതിരായിട്ട് അധിർ ചൗധരി പ്രതികരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ നേതൃത്വം എന്ത് പറഞ്ഞാലും ബംഗാളിനെ കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ള മമതയുടെ അടിസ്ഥാന ലക്ഷ്യമാണ്. മറ്റാരെക്കാട്ടും ഞങ്ങൾക്കത് ഭംഗിയായിട്ട് അറിയാം. അവരെ കൂടെ കൂടിയിരുന്നപ്പോഴെല്ലാം അതിനാണ് ശ്രമിച്ചത്. അതിന് ഞാൻ ഇവിടെ കോൺഗ്രസിലുടത്തോളം കാലം അത് അംഗീകരിക്കില്ല. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഓഫീസ് പൂട്ടിക്കെട്ടിക്കൊണ്ട് പോകണം, ഇവിടെ ബംഗാളിൽ കോൺഗ്രസ് ഇല്ലാതാവണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള സാഹചര്യം ഉണ്ടാകൂ എന്നുള്ളതാണ് അധിർ ചൗധരി പറഞ്ഞത്. അതാണ് ഇപ്പൊ ഒരു വലിയ വാർത്തയായിട്ടും ദേശീയ തലത്തിലും ഒക്കെ ചർച്ച ചെയ്യുന്നത്. മമതയ്ക്ക് ഇതിനകത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളത് മമതയുടെ ഉദ്ദേശം. ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ശക്തമായ ഒരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അവരൊന്നും ആരും പ്രതീക്ഷിക്കാത്ത മത്സരമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്, പ്രകടനമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. എല്ലാ തലത്തിലും അവരുടെ മുന്നേറ്റം ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ അങ്ങനെ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എല്ലാ തരംഗത്തും സംസ്ഥാനത്തൊട്ടാക്കെ, പ്രത്യേകിച്ച് ഈ ഓരോ ഘട്ടം കഴിയും തോറും അത് കൂടുതൽ വ്യക്തമാവുകയാണ്. അധിർ ചൗധരിക്ക് ഏറ്റവും സ്വാധീനമുള്ള മൂർഷാബാദിലെ അധിർ ചൗധരി എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു മമതയുടെ ലക്ഷ്യം. അവിടെ മത്സരിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സലീമിനെയും ഇവരെ രണ്ടുപേരെയും എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ളത് ടാർഗറ്റ് വെച്ചായിരുന്നു മമത പ്രവർത്തിച്ചത്. 3 ദിവസം ആ ജില്ലയിൽ തന്നെ മമത ക്യാമ്പ് ചെയ്തിട്ട് അതിനുള്ള പരിപാടികളൊക്കെ. BJP ചിത്രത്തിൽ തന്നെ പ്രത്യേകിച്ച് ബഹരാംപൂരില് BJP-യുടെ ഒരു പ്രവർത്തനവും കാണാൻ തന്നെ കഴിയില്ല. അതിന്റെ അണ്ടർ കറണ്ട് എന്തായാലും എന്താണ് നടന്നതെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും പരസ്യമായ രഹസ്യമാണ്. അവിടെ നടന്ന എന്താണെന്നുള്ളത് BJP-ക്കും മമതയ്ക്കും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നാ പറയുന്നത്. അധിർ ചൗധരിയെ പരാജയപ്പെടുത്തുകയാണുള്ളത്. അധിർ ചൗധരിയെ പരാജയപ്പെടുത്തിയാൽ പിന്നെ അവർക്ക് ഒരു എതിർപ്പില്ല. കോൺഗ്രസിൽ നിന്ന് യാതൊരു രീതിയിലും അവരെന്ത് പറയുന്നു അത് കോൺഗ്രസ് അംഗീകരിക്കും. ആ നിലയിലേക്കാണ്. അതൊരു തടസ്സം നിൽക്കുന്ന അധിർ ചൗധരിയാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള അവരുടെ ലക്ഷ്യം.
അതിന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കാതെ മമതയുടെ താളത്തിനൊത്ത് തുള്ളാൻ അല്ലെങ്കിൽ നീങ്ങാനുള്ള നിലപാടാണ് അവരും എടുക്കുക. അത് ബംഗാൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ബംഗാളിലെ കോൺഗ്രസിന്റെ നിലപ്പിനെ സംബന്ധിച്ചും വളരെ അപകടകരമായ പോക്കാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് അതുൽ ചൗധരി വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തത്. പിന്നെ ഇത് വന്ന ഉടനെ തന്നെ ബംഗാളിലെ വലിയ പ്രതിഷേധമാണ്. കോൺഗ്രസിന്റെ അണികളിലൊക്കെ വളരെ പ്രതിഷേധമാണ് ഉയർന്നത്. ഖാർഗെയുടെ ചിത്രങ്ങളിലേക്ക് കരിവാരി തേക്കുകയും PCC ഓഫീസിൽ പോലും പ്രതിഷേധിച്ച ചിത്രത്തിന് മുകളിൽ അവർ കരിവാരി തേക്കുകയും പ്രചരണ പോസ്റ്ററുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ മുഖം വെട്ടിമാറ്റാനൊക്കെ ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷെ അത്രത്തോളം അണികളില് അത് വലിയൊരു പ്രതിഷേധം. ബംഗാൾ ഘടകത്തില്, കോൺഗ്രസിന്റെ ബംഗാൾ ഘടകത്തില് ഖാർഗെയുടെ നിലപാടിനോട് ശക്തമായ എതിർപ്പാണ് ഉയർന്നിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോഴും അത് അടങ്ങിയിട്ടില്ല. പലയിടത്തും ഭയങ്കര പുകച്ചിലുണ്ട്. അതിൽ ചൗധരിനെ ഇടവിട്ടിട്ട് അങ്ങനെയുള്ളത് ചെയ്യരുതെന്ന് അദ്ദേഹം മുമ്പോട്ട് വന്നു. അത് നമ്മുടെ കോൺഗ്രസിന്റെ സംഘടന ഇൻസൈഡിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. അത് നമുക്ക് പറഞ്ഞാണ് കൊണ്ട് അങ്ങനെയുള്ള കടുത്ത നിലപാട് കോൺഗ്രസ് പ്രവർത്തകർ എടുക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അല്പമെങ്കിലും തണുത്തത്. ഇന്നലെയൊക്കെ വളരെ വ്യാപകമായ PCC ഓഫീസിലൊക്കെ വളരെ കടുത്ത പ്രതിഷേധമായിരുന്നു. അവിടെ ആളുകൾ കൂടുകയും ഖാർഗെക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളാണ്. ഇതാണ് അതിന്റെ സ്ഥിതി. ബംഗാളിലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള മമതയുടെ നീക്കത്തിന് അതുൽ ചൗധരി അത് അറിഞ്ഞ് ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മമത ഇപ്പൊ ഒരു നിലപാടെടുത്തേക്ക് മാറുന്ന രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ BJP വന്നാൽ മമതയുടെ ഈ നിലപാട് വീണ്ടും മാറും. അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും പോയി കളയും. അത് മമത പണ്ടും ചെയ്തിട്ടുണ്ട്. പണ്ട് BJP-യോട് ചേർന്ന് ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ലേ അവർ. ബംഗാളിൽ BJP-ക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തതും മമതയാണ്. RSSന് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടായത് ബംഗാളിൽ മമത അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇടതുമുന്നണിയുടെ കാലത്തൊന്നും ബംഗാളിൽ RSSന്റെ ശാഖകളൊക്കെ വളരെ അവരുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. RSS തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മമത അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗാളിൽ BJP-ക്ക് വളരാനും അല്ലെങ്കിൽ RSSന്റെ സംഘടന ശക്തി പ്രാധാന്യം എല്ലാത്തും അവരുടെ ശാഖകൾ രൂപീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ BJP പലപ്പോഴും RSS പ്രത്യേകിച്ച് അവരുടെ മുഖപത്ര ഓർഗനൈസേഷൻ അതിലൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. മമത എപ്പോഴും BJP-യുമായിട്ടൊരു അന്തർധാര ഒത്തുതീർപ്പിന് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുൽ ചൗധരിയെ ഒരു വലിയ തടസ്സമാണ്. അതുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തും അവർക്ക് നടത്താം എന്നുള്ള ഇതുകൊണ്ടാണ് ഇത് കാണുന്നത്. അതാണ് ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ നിലയിലേക്ക് വന്നിരിക്കുന്നത്. പരസ്യമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ നിലയിലേക്ക് കോൺഗ്രസിന്റെ വന്നിരിക്കുന്നത്. മമത ഭയന്നു തുടങ്ങിയിട്ടുണ്ടോ? CPIM ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ സഖ്യത്തെ മമതയുടെ ഒരു ഭയപ്പാട്, മമത എന്നുള്ള ഒരു ഭയപ്പാട് നോക്കി കാണുന്നത് അടുത്ത വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് അല്ല, ഒരു ഭയപ്പാടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മമയ്ക്ക് ഇപ്പോഴും ഈ CPM-നെയും കോൺഗ്രസ് സഖ്യത്തെ, കോൺഗ്രസ് ധാരണയെ പലപ്പോഴും ഒരു തള്ളിപ്പറയേണ്ട ഒരു അതിനെതിരായിട്ട് കടുത്ത വിമർശനം തുടക്കത്തിൽ അതില്ലായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുൻപോട്ട് പോകുന്നത് അവർക്കൊരു വെല്ലുവിളിയായിട്ട് മാറിയായിരുന്നു പലയിടത്തും. ഇപ്പൊ പ്രത്യേകിച്ച് ലാസ്റ്റ് ഘട്ടങ്ങൾ 3, 4, 5 ഘട്ടം തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും കോൺഗ്രസ് ധാരണ മുന്നണി എന്ന് പറയുന്നില്ല, ധാരണ അത് വളരെ ശക്തമായ ഒരു BJP-യൊക്കെ കടന്നു കയറും എന്ന് പറഞ്ഞിരുന്ന അതൊക്കെ മാറിയിട്ട് ഒരു ഒരു ത്രികോണ മത്സരം ശക്തമായി ഉണ്ടാകുന്നു എന്നുള്ള ധാരണ വന്നപ്പോഴാണ് മമത ശക്തമായി ഇവർക്ക് എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. കാരണം ഒരു ത്രികോണ മത്സരം വന്നാൽ ചിലപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും റിസൾട്ട് മാറുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അത് മമതയ്ക്കും ചിലപ്പോൾ വളരെയധികം ദോഷം ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിനെ ശക്തമായി തീർക്കുക, അതൊരു കൂട്ടുകെട്ടിലെ BJP-യെക്കാട്ടിൽ കൂടുതൽ ഏറ്റവും വലിയ അപകടം, തനിക്ക് അപകടം ഉണ്ടാക്കാൻ പോകുന്നത്, ഇന്നല്ലെങ്കിൽ ഭാവിയിലും അപകടം ഉണ്ടാകാൻ പോകുന്നത് ഈ കോൺഗ്രസും ആയിട്ടുള്ള CPM-ന്റെ ബന്ധം ആകും എന്നുള്ള ഒരു തിരിച്ചറിവ് മമതയിലുണ്ടായി. അതെങ്ങനെയും പൊളിക്കണം, അതിന് കോൺഗ്രസിനുള്ളിൽ വിള്ളലുണ്ടാക്കിയെങ്കിലേ പറ്റുള്ളൂ. കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് അതുൽ ചൗധരിയെ തള്ളിപ്പറയിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറെ കൂടെ എളുപ്പമാകും എന്നുള്ള കണക്കൂട്ടിലാണ് മമത ഈ ഒരു മഴ മുമ്പേ ഉള്ള ഈ ചാട്ടം നടത്തിയിരിക്കുന്നത്. അതിപ്പോ കോൺഗ്രസിനെ ഇവിടെ ഉന്മൂലനം ചെയ്യുക, അതുപോലെ CPM-നെയും അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അടുത്ത ഇപ്പോഴത്തെ അല്ല, ഇനിയിപ്പോ 2 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത് മുൻപോട്ട് പോയാൽ അത് അവർക്ക് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി തന്നെയായിട്ട് ഉയർത്തുന്നത്, വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കും CPM-ന്റെയും ഇതിനും. ഈ ഇലക്ഷന് വലിയ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും അടുത്ത തവണ അത് കുറെ കൂടെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വരുമെന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് മമതയുടെ ഒരു നീക്കമാണിത്. അതെങ്ങനെയും പൊളിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. പരമ ലക്ഷ്യം അത് തന്നെയാണ്.